ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു മീൻകറിയുടെ റെസിപ്പിയാണേ. അപ്പം നല്ല സൂപ്പർ പരവക്കറിയാണ്. ഇത് നാളികേരം അരച്ചാണ് വെക്കുന്നത്. ആലപ്പുഴ സ്റ്റൈലാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് ഞാൻ 1/2 കിലോ നല്ല ഫ്രഷ് പരവയാണ് കിട്ടിയിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കഷ്ണങ്ങളാക്കി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് അരപ്പ് വേണമല്ലോ. അപ്പോൾ അതിന് ഞാൻ 1 കപ്പ് നാളികേരമാണ് എടുത്തിരിക്കുന്നത്, ചെറിയത്. അതിലേക്കൊരു 3 കഷ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ചേർത്തരയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 സ്പൂൺ മുളക് പൊടിയാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അതുകൂടെ ചേർത്ത് അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനൊരു 3 കഷ്ണം പുളിയാണ്, കുടംപുളിയാണ് വെള്ളത്തിലിട്ടിരിക്കുന്നത്. മാങ്ങ ഇട്ടും ഇത് കറി വെക്കാം, പക്ഷേ എൻ്റെ കയ്യിൽ മാങ്ങ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുടംപുളി ഇട്ട് കറി വെക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചട്ടിയിലേക്ക് ഈ അരപ്പ് ആദ്യം ഇട്ട് കൊടുക്കാം. സ്റ്റൗവ് ഓൺ ചെയ്യുന്നതിന് മുന്നേ വേണം ഇങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട്. അതിലേക്ക് ആ അരപ്പെടുത്ത കപ്പിന് ഒരു 1.5 കപ്പ് വെള്ളം കൂടെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമുക്ക് അതിലേക്ക് 2 വലിയ പച്ചമുളകാണ് ചേർക്കുന്നത്. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ. ഇനി ഒരു കഷ്ണം ചോപ്പ് ചെയ്ത ഇഞ്ചി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ എടുത്ത പുളിവെള്ളവും അതിൽ നിന്ന് 2 കഷ്ണം പുളിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ പുളി ഇനി അത്യാവശ്യം ഉണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഉപ്പ് അതൊക്കെ ഞാനെല്ലാം കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. നമുക്ക് കൂടിപ്പോയാൽ ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുത്തിട്ട് ഈ അരപ്പൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതേപോലെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി അതൊന്ന് നന്നായിട്ട്, അതായത് ഇതുപോലെ ഇതിൻ്റെ അടപ്പ് പകുതി അടയ്ക്കാവുള്ളൂ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് തിളച്ച് വരുമ്പോഴേക്കും അതിനുശേഷം ഒരു 5 മിനിറ്റ് നിന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗവിലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം. മീൻകറി എപ്പോഴും നമ്മൾ ചുറ്റിച്ചാണല്ലോ എടുക്കേണ്ടത്. നമ്മൾ ഒരിക്കലും തവിയിട്ട് അത് ഇളക്കാൻ പാടില്ല. ലാസ്റ്റ് നമുക്കങ്ങനെ ഇളക്കി നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഉപ്പും പുളിയൊക്കെ മതിയോ എന്ന് നോക്കണം. അപ്പോൾ അതിന് ഉപ്പും പുളിയും അല്പം കുറവാണ്. അപ്പോൾ അത് രണ്ടും ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ചാറ് കുറുകിയെടുക്കാം. കണ്ടല്ലോ, ചാറ് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ കഷ്ണങ്ങളെല്ലാം ചാറിൽ നന്നായി മുങ്ങി യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ, പക്ഷെ ഞാൻ ചേർക്കുന്നില്ല. ഇനി കുറച്ചുകൂടെ കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റാട്ടോ. എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതേപോലെ മാങ്ങയിട്ടും വെച്ച് നോക്കണം. ഇതുപോലെ ആലപ്പുഴക്കാർ ഞങ്ങളിങ്ങനെയാണ് കറി വെക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ കൂട്ടുകാർ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.